പ്രിയ വിദ്യാർത്ഥികളെ, 10ാം ക്ലാസ്സിൻ്റെ ഹിസ്റ്ററി സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ചാപ്റ്ററിൽ ഫസ്റ്റ് വേൾഡ് വാർ നമ്മൾ പഠിച്ചു, അതിൻ്റെ കോൺസിക്വൻസസും പഠിച്ചു. നെക്സ്റ്റ് നമ്മളൊരു പുതിയ ടോപ്പിക്കിലേക്ക് പോവാണ്. ടോപ്പിക്കിൻ്റെ പേര് ഫാസിസം ആൻഡ് നാസിസം. ഫാസിസവും നാസിസവും എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് വേൾഡ് വാറിന്റെ കോൺസിക്വൻസസിനെ കുറിച്ചാണ്, അതിന്റെ റിസൾട്ട്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ. പാരീസ് കോൺഫറൻസിനെ കുറിച്ചും വേഴ്സൈസ് ട്രീറ്റിയെ കുറിച്ചും ഇക്കണോമിക് ഡിപ്രഷനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. പാരീസ് ഉടമ്പടിയും വേഴ്സായി ഉടമ്പടി, വേഴ്സായി എഗ്രിമെന്റ് അല്ലെ, അതുപോലെ തന്നെ ലീഗ് ഓഫ് നേഷൻസ് സർവ്വരാജ്യ സഖ്യത്തിന്റെ രൂപീകരണം, ലോക സാമ്പത്തിക മാന്ദ്യം, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അപ്പൊ അതിനെ ഫോളോ ചെയ്ത് വരുന്ന അടുത്ത ടോപ്പിക്കാണ് ഫാസിസവും നാസിസവും. അവിടെ രണ്ട് രാജ്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവാം അല്ലെ. നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത രണ്ട് രാജ്യങ്ങളാണ്, ഒന്ന് ഇറ്റലി, രണ്ട് ജർമ്മനി. ജർമ്മനിയും ഇറ്റലിയും ഫസ്റ്റ് വേൾഡ് വാറിൽ പരാജയപ്പെട്ട ഒരു രാജ്യമാണ് ഏത്? ജർമ്മനി. ഇറ്റലിയുടെ കാര്യം നമ്മൾ അവിടെ ചർച്ച ചെയ്തു. എന്താ, ഫസ്റ്റ് വേൾഡ് വാറിന്റെ ബ്രോക്ക് ഔട്ട് ആയ സമയത്ത് ഇറ്റലി വിഡ്രോ ദി ട്രിപ്പിൾ അലയൻസസ് അല്ലെ. ട്രിപ്പിൾ അലയൻസസ് ഓർമ്മ ഉണ്ടാവും, ഇറ്റലി, ജർമ്മനി ആൻഡ് ഓസ്ട്രിയ ഹംഗറി. അപ്പൊ അതിൽ ഫസ്റ്റ് വേൾഡ് വാറിന്റെ ഫൈനൽ സ്റ്റേജ് ആയപ്പോൾ എന്ത് ചെയ്തു? ഇറ്റലി ബ്രോക്ക് ഔട്ട് ആൻഡ് വിഡ്രോ ദി ട്രിപ്പിൾ അലയൻസസ് ആൻഡ് ജോയിൻ ദ ബ്രിട്ടീഷ് ഫ്രഞ്ച് അലയൻസ്. ട്രിപ്പിൾ എൻഡന്റെ ഉണ്ട്. ആരൊക്കെയായിരുന്നു? ബ്രിട്ടനും ഫ്രാൻസും, പിന്നെ ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ. ആ അലയൻസസിൽ ആര് ജോയിൻ ചെയ്തു? ഇറ്റലി ജോയിൻ ചെയ്തു അല്ലെ. ഹെൻസ് ബൈ ദി എൻഡ് ഓഫ് ദി വാർ ഇറ്റലി വാസ് വിത്ത് ദി വിക്ടേഴ്സ്. അങ്ങനെ ഇറ്റലി എന്ത് ചെയ്തു? ആരോടൊപ്പമായിരുന്നു? വിക്ടേഴ്സിനൊപ്പമായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ്, അതായത് ഇപ്പോ വേഴ്സായി എഗ്രിമെന്റ് നമ്മൾ പഠിച്ചു, എന്താണെന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾ. അതിൽ ജർമ്മനിക്കുണ്ടായ ലോസ് എന്താണെന്നും നമ്മൾ പഠിച്ചു. ഇനി പുതിയൊരു സ്റ്റേജിലേക്ക് പോവാണ്. ജർമ്മനിയും ഫസ്റ്റ് വേൾഡ് വാറിൽ ഫസ്റ്റ് സ്റ്റേജിൽ സ്ട്രോങ് ആയിട്ടുള്ള സൂപ്രമസി യൂറോപ്പിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് ജർമ്മനി, ഇറ്റലിയൊക്കെ ആയിരുന്നു. ബ്രിട്ടനും ഫ്രാൻസും ഒക്കെയാണ്. ഇവിടെ ജർമ്മനി തകർക്കപ്പെട്ടു. ജർമ്മനി എല്ലാ തരത്തിലും ജർമ്മനിക്ക് നാശം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ ജർമ്മനിയും ഇറ്റലിയും വിക്ടേഴ്സിന്റെ ഗ്രൂപ്പിലുണ്ട് ജോയിൻ ചെയ്ത ഇറ്റലിയും വീണ്ടും സൂപ്പർ പവറായി എമർജ് ചെയ്യാൻ പോവുകയാണ്. ഇറ്റലിയും ജർമ്മനി എങ്ങനെ? ഓട്ടോക്രസിയിലൂടെ, ഏകാധിപത്യത്തിലൂടെ. ആ ഓട്ടോക്രാറ്റിക് ഗവൺമെന്റും അവിടെ ഫോളോ ചെയ്ത, ഇറ്റലിയിലും ജർമ്മനിയിലും ഫോളോ ചെയ്ത ഗവൺമെന്റൽ സിസ്റ്റം, അവർ ഫോളോ ചെയ്ത തിയറിയാണ്, ഒരു ഐഡിയ ആണ്, ഒരു പ്രിൻസിപ്പിളാണ്. ഏതൊക്കെ? ഫാസിസം ആൻഡ് നാസിസം. ഇറ്റലിയിൽ ഫാസിസവും ജർമ്മനിയിൽ നാസിസവും. ഒരു ഓട്ടോക്രാറ്റിക് ഫിലോസഫിയാണ്, ഒരു ഏകാധിപത്യ തത്വമാണ്. ഓട്ടോക്രാറ്റിക് ഗവൺമെന്റുകൾ ഫോം ചെയ്യുകയാണ്. എവിടെയൊക്കെ? ഇറ്റലിയിലും ജർമ്മനിയിലും. നിങ്ങൾക്ക് ആ പുസ്തകം എടുക്കുമ്പോൾ അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഫാസിസം നാസിസം സ്റ്റാർട്ടിങ്ങിൽ ഒരു ചാർലി ചാപ്ലിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ലോകം കണ്ട ഏറ്റവും വലിയ കൊമേഡിയനായ ചാർലി ചാപ്ലിൻ. അദ്ദേഹത്തിന്റെ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന് പറയുന്ന ഫിലിമിലെ ചില വരികളാണ് നിങ്ങൾ അത് തുടങ്ങുന്ന സമയത്ത് കൊടുത്തേക്കുന്നത്. എന്താണെന്ന് അറിയാമോ? വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ജസ്റ്റ് ഞാനൊന്ന് അതൊന്ന് വായിക്കാം. എന്താ? To those who can hear me, I say, do not despair. എന്നെ ശ്രവിക്കുന്നവരോട് നിരാശപ്പെടരുതെന്ന് ഞാൻ പറയുന്നു. The misery that is now upon us, it
but I passing of greed, the bitterness of men who fare the way of human progress. അല്ലേ, മനുഷ്യന്റെ വിദ്വേഷം ഇല്ലാതാവുകയും ഏകാധിപതികൾ മരണപ്പെടുകയും ചെയ്യും. മനുഷ്യന്റെ അത്യാർത്തിയാണ് മനുഷ്യ ദുരന്തമായിട്ട് മാറുതെന്ന് അവിടെ പറയുന്നത്. The height of men will pass, that dictator die, and the power they took from the people will return to the people. എന്ത് ചെയ്യും? ഏകാധിപതികൾ മരണപ്പെടും, അധികാരം തിരിച്ച് ആരിലേക്ക് തന്നെ ചെല്ലും? മനുഷ്യനിലേക്ക് തന്നെ ചെല്ലും. ആൻഡ് so long as men live, liberty will never perish. എന്താ, മനുഷ്യൻ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വാതന്ത്ര്യം നശിക്കില്ല. ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന് പറയുന്ന ഫിലിം, ചാർലി ചാപ്ലിന്റെ സിനിമയിലെ ചില വരികളാണ് അവിടെ കൊടുത്തത്. അവിടെ എന്താ, ഡിക്റ്റേറ്റർ, ഏകാധിപതി, സ്വേച്ഛാധിപതി, ഏകാധിപതി എന്നേക്കാൾ സ്വേച്ഛാധിപതി, എല്ലാ അധികാരങ്ങളും കൈയടക്കിക്കൊണ്ട് ഒരാളിൽ കേന്ദ്രീകരിക്കുന്ന രീതി, അല്ലെ, വൺ മാൻ ഷോ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതാണ് ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയാം, സ്വേച്ഛാധിപതി. അങ്ങനെ ഒരു ഡിക്റ്റേറ്റർഷിപ്പുകൾ അമർജ് ചെയ്ത രണ്ട് സ്റ്റേറ്റുകളാണ്, യൂറോപ്യൻ സ്റ്റേറ്റുകളാണ്. ഏതൊക്കെ? ഇറ്റലിയിലും ജർമ്മനിയിലും. അല്ലെ, ഇറ്റലിയിൽ ആരൊക്കെ? ബെനിറ്റോ മുസോളിനി ഫാസിസ്റ്റ് ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലർ നാസിസത്തിലൂടെ ഒരു ഓട്ടോക്രാറ്റിക് ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് അവിടെ അഡോപ്റ്റ് ചെയ്തു. അപ്പൊ ഇതിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് വേൾഡ് വാറിന്റെ സർക്കംസ്റ്റൻസസ് നമ്മൾ പഠിച്ചു, അല്ലെ? സർക്കംസ്റ്റൻസസ് പഠിച്ച സമയത്ത് അതിൽ എന്ത് ചെയ്യുന്നു, ഈ യൂറോപ്യൻ നേഷൻസിൽ ഈ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഉണ്ടായ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് എവിടെ? അവിടെയൊക്കെ ഇതുപോലുള്ള ഗവൺമെന്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. എങ്ങനെയുള്ള ഗവൺമെന്റുകൾ? ഡിക്റ്റേറ്റർഷിപ്പിന്, ഓട്ടോക്രാറ്റിക് ഗവൺമെന്റുകൾ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. കാരണം ദി ഫസ്റ്റ് വേൾഡ് വാർ ഡിവേസ്റ്റഡ് ബോത്ത് ദി അലൈസ്. മെനി യൂറോപ്യൻ ഗവൺമെന്റ് ലോസ്റ്റ് ദെയർ പവർ. അല്ലെ, ഒരുപാട് യൂറോപ്യൻ ഗവൺമെന്റ്സിന് എന്ത് ചെയ്തു? പല രാജ്യങ്ങളും അവരുടെ അധികാരങ്ങൾ നഷ്ടമായി. അല്ലെ, അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു, പീപ്പിൾ വെയർ ഇൻ മിസറി. അല്ലെ, അതുപോലെ അൺഎംപ്ലോയ്മെന്റ്, പോവർട്ടി, ഇൻഫ്ലേഷൻ, ഇതെല്ലാം ഈ യൂറോപ്യൻ ഗവൺമെന്റുകളെ അഫക്ട് ചെയ്തു. പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ, അല്ലെ, അങ്ങനെ സർവനാശത്തിലേക്കാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഏതിനു ശേഷം മാറിയത്? ആഫ്റ്റർ ദി ഫസ്റ്റ് വേൾഡ് വാർ. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പ്, അതായത് എങ്ങനെയാ അത് വിക്ടോറിയസ് പവേഴ്സിനും അത് അഫക്ട് ചെയ്തു. വിജയിച്ച രാജ്യങ്ങൾക്കും പരാജയപ്പെട്ട രാജ്യങ്ങൾക്കും സർവനാശമായിരുന്നു. അല്ലെ, ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്ത ഒരു നേഷൻ എന്ന് പറഞ്ഞാൽ റഷ്യയാണ്, വിക്ടോറിയസ് പവറിൽ. അപ്പോൾ റഷ്യക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത്. അപ്പൊ അതാണ് പറയുന്നത്, ഒരു യുദ്ധം എന്ന് പറയുന്നത് വിജയിക്കുന്ന രാജ്യത്തിനായാലും പരാജയപ്പെടുന്ന രാജ്യത്തിനായാലും ഒരുപോലെ ബാധിക്കും, അഫക്ട് ചെയ്യും. അതാണ് ഈ ഫസ്റ്റ് വേൾഡ് വാറിൽ നമ്മൾ കണ്ടത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? Italy and Nazism in Germany rose to power, capitalizing on the political and economic chaos prevailing then. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ യൂറോപ്യൻ നേഷൻസിലെ, പ്രത്യേകിച്ച് ഇറ്റലിയിലും ജർമ്മനിയിലും, ഇറ്റലിയിൽ ഫാസിസവും ജർമ്മനിയിൽ നാസിസവും എന്ത് ചെയ്യാൻ തുടങ്ങി? അമർജ് ചെയ്യാൻ തുടങ്ങി. കാരണം അവിടെ എന്താ, അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായി. എന്തൊക്കെയാ? ഇക്കണോമിക് ഡിസ്ട്രക്ഷൻ, സാമ്പത്തികമായ തകർച്ച, റൈവലറി അഗൈൻസ്റ്റ് ദ വിക്ടേഴ്സ്, വിജയിച്ച രാജ്യങ്ങൾ തമ്മിൽ ശത്രുതകൾ ഉണ്ടായി, അല്ലെ? ആ എയിംലെസ്നെസ്, ഒരു ലക്ഷ്യബോധമില്ലായ്മ, ദീസ് ഫോഴ്സസ് ടു ഗ്രാബ് പവർ. ഇതാണ് ആ അധികാരം കൈയടക്കാനുള്ള അധികാരം. ഈ ഫാസിസ്റ്റുകൾ അല്ലെങ്കിൽ നാസികൾ ഡിക്റ്റേറ്റർഷിപ്പ് അമർജ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതായിരുന്നു. എന്താ? ഇക്കണോമിക് ഡിസ്ട്രക്ഷൻ, സാമ്പത്തികമായി തകരുന്ന ഒരു അവസ്ഥയായി. റൈവലറി അഗൈൻസ്റ്റ് ദി വിക്ടേഴ്സ്, വിജയിച്ച രാജ്യങ്ങൾ. ഇറ്റലി വിജയിച്ച രാജ്യമാണ്. അപ്പൊ ഇറ്റലിയും ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ തന്നെ അവിടെ എന്തുണ്ടായി? റൈവലറി, അവർ തമ്മിൽ വിദ്വേഷം ഉണ്ടാകാൻ കാരണമായി. ഇതെന്താ? എയിംലെസ്നെസ്, ഒരു ലക്ഷ്യബോധമില്ലായ്മ. ഈ ഒരു സിറ്റുവേഷനിലാണ് എന്ത് ചെയ്തത്? ഈ നേഷനിലൊക്കെ ഡിക്റ്റേറ്റർഷിപ്പുകൾ അമർജ് ചെയ്യുന്നത്. അതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫാസിസത്തെ കുറിച്ചാണ്. ഫാസിസം ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ഫാസിസം.
ഫാസിസത്തിന്റെ സ്വഭാവ സവിശേഷതകൾ. അപ്പൊ അത് ഫാസിസത്തിന് മാത്രമല്ല, ഫാസിസത്തിന്റെ ഒരു ഫോളോ ചെയ്ത ജർമ്മനിയിൽ ഫോളോ ചെയ്ത സിസ്റ്റമാണ് എന്ത് ചെയ്യുന്നത്, നാസിസം എന്ന് പറയുന്നത്. രണ്ടും സെയിം പാത്താണ്. അപ്പൊ രണ്ട് ഓട്ടോക്രസിയും ഫോളോ ചെയ്തത് സെയിം പ്രിൻസിപ്പിളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ എന്താ, ഫാസിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് പറയുമ്പോൾ നാസിസത്തിനും അത് തന്നെയാണ് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അവിടെ അതിൽ കുറച്ച് പോയിന്റുകൾ അല്ലെ, 10ഓളം പോയിന്റ് നിങ്ങൾ ആ ടെക്സ്റ്റിനകത്തുണ്ട്. വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ഫാസിസം? ഫാസിസത്തിന്റെ സ്വഭാവ സവിശേഷതകൾ എന്തെല്ലാം? പുസ്തകത്തിലെ പോയിന്റ്സുകൾ കൂടെ ഞാൻ പറയാം. നമ്പർ 1, ആന്റോഗോണിസം. ആന്റോഗോണിസം ടു ഡെമോക്രസി. എന്താ? ജനാധിപത്യത്തോടുള്ള ഒരു വിദ്വേഷം. അവർക്ക് എന്തിനോട് താല്പര്യമില്ല? ഫാസിസത്തിനും നാസിസത്തിനും എന്തിനോട് താല്പര്യമില്ല? ജനാധിപത്യത്തോട് അവർക്ക് താല്പര്യമില്ല. ആന്റോഗണിസം ടു ഡെമോക്രസി. ജനാധിപത്യ ഗവൺമെന്റുകളെ അവർ ഒപ്പോസ് ചെയ്യുന്നു, റിജക്ട് ചെയ്യുന്നു. ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസിനെ അവർ എന്ത് ചെയ്യുന്നു? അവോയ്ഡ് ചെയ്യുന്നു. സെക്കൻഡ്ലി, ഗ്ലോറിഫൈയിങ് ദി നേഷൻ. രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കുന്നു. എല്ലാത്തിനും വലുതാണ് രാഷ്ട്രം അല്ലെ. അവർ പ്രയോറിറ്റി കൊടുക്കുന്ന ഏതിനാ? സ്റ്റേറ്റിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഗ്ലോറിഫൈയിങ് ദി നേഷൻ, രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കൽ. ജസ്റ്റിഫൈയിങ് ദി വാർ. ജസ്റ്റിഫൈ ചെയ്യുക, മഹത്വവൽക്കരിക്കുക. ജസ്റ്റിഫൈയിങ് ദി വാർ. വാർ യുദ്ധം. യുദ്ധത്തെ മഹത്വവൽക്കരിക്കുക. ഡിഫൈയിങ് ദി പാസ്റ്റ്. ഭൂതകാലത്തെ പ്രകീർത്തിക്കൽ. ഫാസിസവും നാസിസവും ചെയ്ത് എന്താ? ഡിഫൈയിങ് ദി പാസ്റ്റ്. ഭൂതകാലത്തെ പ്രകീർത്തിക്കൽ. മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ്. മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് വെച്ചാൽ സൈനിക സ്വേച്ഛാധിപത്യം. എല്ലാത്തിന്റെയും ബേസ് എന്ന് പറയുന്നത് മിലിറ്ററിയാണ്. അവരുടെ അഡ്മിനിസ്ട്രേഷൻ തന്നെ കംപ്ലീറ്റ് ഏതിനെ ബേസ് ചെയ്താ? മിലിറ്ററിയെ ബേസ് ചെയ്ത. അപ്പോൾ മിലിറ്ററിയുടെ കൺട്രോളിലാണ് കംപ്ലീറ്റ്. ഒരു മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പാണ് അവര് ഫോളോ ചെയ്തത്. പിന്നെന്താ? ഓപ്പോസിഷൻ ടു സോഷ്യലിസം. ഓപ്പോസിഷൻ ടു സോഷ്യലിസം. ഓപ്പോസിഷൻ എന്താ? എതിർക്കുക. സോഷ്യലിസത്തെ എതിർക്കുക. സോഷ്യലിസ്റ്റ് ഗവൺമെന്റിനെ അവര് എന്ത് ചെയ്തു? അറ്റാക്ക് ചെയ്തു. അവരെപ്പോഴും റിജക്ട് ചെയ്ത് എന്താ? സോഷ്യലിസ്റ്റ് ഫിലോസഫിയാണ്. അഡോറിംഗ് ദി പ്യൂരിറ്റി ഓഫ് റൈസ്. വംശ മഹിമ ഉയർത്തിപ്പിടിക്കുക. അഡോറിംഗ് ദി പ്യൂരിറ്റി ഓഫ് റൈസ്. വംശ മഹിമ ഉയർത്തിപ്പിടിക്കുക. ഡിഫ്യൂഷൻ ഓഫ് അഗ്രസീവ് നാഷണലിസം. നമ്മൾ പഠിച്ചു അല്ലെ, ഫസ്റ്റ് വേൾഡ് വാറിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ച രണ്ട് നാഷണലിസം ആണ്. ഏതൊക്കെ? അഗ്രസീവ് നാഷണലിസം ആൻഡ് ഡിഫെൻസീവ് നാഷണലിസം. ആക്രമണോത്സുക ദേശീയത അല്ലെങ്കിൽ ആക്രമണപരമായ ദേശീയത. ഒന്ന് ഏതാ? പ്രതിരോധപരമായ ദേശീയത. ഇവിടെ ഏതാ? എന്താ പറയുന്നത്? ഡിഫ്യൂഷൻ ഓഫ് അഗ്രസീവ് നാഷണലിസം. ആക്രമണപരമായ ദേശീയതയെ ഉയർത്തിപ്പിടിച്ചു അല്ലെങ്കിൽ തീവ്ര ദേശീയത ഡിഫ്യൂഷൻ പ്രചരിപ്പിച്ചു. ഇനി എന്താ പറയുന്നത്? ഇൻഡോക്രിനേഷൻ ഓഫ് ഐഡിയോളജീസ് ത്രൂ ആർട്സ്, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. ആശയങ്ങൾ, ഈ ഫാസിസവും നാസിസവും അവരുടെ ഐഡിയോളജീസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്തിനെയൊക്കെയാണ് യൂസ് ചെയ്തത്, യൂട്ടിലൈസ് ചെയ്തത്? ആർട്സ്, കലയെ അല്ലെ, ലിറ്ററേച്ചർ, സാഹിത്യം ആൻഡ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. ജനങ്ങളിൽ പെട്ടെന്ന് അവരുടെ ആശയങ്ങൾ എത്തിക്കാൻ ഇതൊക്കെ ഉപകരിച്ചത്. ജനങ്ങളിൽ പെട്ടെന്ന് ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ പറ്റും. ഏതിലൂടെ? കലയിലൂടെ, വിദ്യാഭ്യാസത്തിലൂടെ, സാഹിത്യത്തിലൂടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ആശയങ്ങൾ അവർക്ക് പ്രചരിപ്പിക്കാൻ കഴിഞ്ഞു. ലാസ്റ്റ്ലി, ഡിസ്ട്രക്ഷൻ ഓഫ് പൊളിറ്റിക്കൽ റൈവൽസ്. രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കി. ഇതാണ് എന്ത്? ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ഫാസിസം. ഫാസിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പൊ ഇത് തന്നെയാണ് ആരും ഫോളോ ചെയ്യുന്നത്? നാസിസവും ഫോളോ ചെയ്യുന്നത്. ഒരു ഫാസിസം എന്ത് ചെയ്യുന്നു? നാസിസം എന്ന് പറയുന്നതും അത് തന്നെ എന്താണ്? ഒരു ജർമ്മൻ വേർഷനാണ് ഫാസിസം അല്ലെ. നാസിസത്തിന്റെ ഒരു ജർമ്മൻ വേർഷൻ മാത്രമാണ് നാസിസം. അതാണ് ഇതിന്റെ പ്രത്യേകത. ഫാസിസത്തിന്റെ ഒരു ജർമ്മൻ വേർഷനാണ് നാസിസം. രണ്ടും ഒരേ ആശയങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്താണ് ഫാസിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്? എന്തൊക്കെയാ? നമ്പർ 1, ആന്റോഗണിസം ടു ഡെമോക്രസി. ജനാധിപത്യത്തെ എതിർക്കുന്നു. സെക്കൻഡ്ലി, ഗ്ലോറിഫൈയിങ് ദി നേഷൻ. രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കുന്നു. തേർഡ്ലി,
ജസ്റ്റിഫൈങ് ദി വാർ, യുദ്ധത്തെ മഹത്വവൽക്കരിക്കുന്നു. ഡിഫൈങ് ദി പാസ്റ്റ്, ഭൂതകാല മഹിമയെ പ്രകീർത്തിക്കൽ. മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ്, സൈനിക സ്വേച്ഛാധിപത്യം. അപ്പോസിഷൻ ടു സോഷ്യലിസം, സോഷ്യലിസത്തോടുള്ള വിയോജിപ്പ്, എതിർപ്പ്. അഡോറിംഗ് ദി പ്യൂരിറ്റി ഓഫ് റൈസ്, വംശമഹിമ ഉയർത്തിപ്പിടിക്കൽ. ഡിഫ്യൂഷൻ ഓഫ് അഗ്രസീവ് നാഷണലിസം, എന്താ ആക്രമണപരമായ ദേശീയത പ്രചരിപ്പിക്കൽ. ഇൻഡോക്ട്രിനേഷൻ ഓഫ് ഐഡിയോളജീസ് ത്രൂ ആർട്സ്, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ, എന്താ ആശയ പ്രചരണത്തിനായി കലയെയും സാഹിത്യത്തെയും വിദ്യാഭ്യാസത്തെയും ഉപയോഗപ്പെടുത്തി. ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് പൊളിറ്റിക്കൽ റൈവൽസ്, എന്ത് ചെയ്തു? രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കി. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നു? ഫാസിസം എവിടെ ഫ്ലോറിഷ് ചെയ്യുന്നത്? എവിടെയാണ്? ഇറ്റലിയിൽ. ഇപ്പൊ ഇറ്റലിയിൽ ഫാസിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു, അല്ലെ? അതിനുള്ള സർക്കംസ്റ്റൻസസ്, സാഹചര്യങ്ങൾ ഉണ്ടാക്കിയത്. ഒരു ഇറ്റലി നമ്മൾ പറഞ്ഞു വിക്ടോറിയസ് പവേഴ്സിന്റെ ഗ്രൂപ്പിലായിരുന്നു. ട്രിപ്പിൾ അലയൻസസിൽ നിന്ന് ട്രിപ്പിൾ എൻഡന്റയിലേക്ക് ജോയിൻ ചെയ്ത ഒരു ഗ്രൂപ്പാണ് ഫസ്റ്റ് വേൾഡ് വാറിന്റെ ഫൈനൽ സ്റ്റേജിൽ. എന്നിട്ടും ഇറ്റലിയിൽ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ഡിക്റ്റേറ്റർഷിപ്പ് എമർജ് ചെയ്തു? ബെനിറ്റോ മുസോളിനിയുടെ ലീഡർഷിപ്പിൽ. എന്താ അതിനുള്ള കാരണങ്ങൾ? നമ്പർ 1, ഇറ്റലി ഗോട്ട് നത്തിങ് ത്രൂ ഷി വാസ് ദി വിക്ടോറിയസ് ഇൻ ഫസ്റ്റ് വേൾഡ് വാർ, അല്ലെ? ഫസ്റ്റ് വേൾഡ് വാറിൽ വിക്ടോറിയസ് പവേഴ്സിന്റെ ഗ്രൂപ്പിലായിരുന്നിട്ട് പോലും എന്ത് കിട്ടിയില്ല? ഇറ്റലി ഗോട്ട് നത്തിങ്. ഇറ്റലിക്ക് ഒന്നും കിട്ടിയില്ല. കാരണം എന്താ? വിക്ടോറിയസ് പവേഴ്സ് ആണ് ജർമ്മനിയെ എന്ത് ചെയ്തത്? മാക്സിമം യൂട്ടിലൈസ് ചെയ്ത്. അവിടെ മൈൻസുകൾ കംപ്ലീറ്റ് എന്ത് ചെയ്തു? അവര് ഡിവൈഡ് ചെയ്തെടുത്തു, അല്ലെ? അതുപോലെ തന്നെ അവരുടെ എന്ത് ചെയ്യുന്നു? ഈ കോളനീസ് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്തെടുത്തു. അത് ഒരുപാട് എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് കിട്ടി. ആർക്ക്? വിക്ടോറിയസ് പവേഴ്സ്. പക്ഷെ ആർക്ക് കിട്ടിയില്ല? ഇറ്റലി ഗോട്ട് നത്തിങ്. ഇറ്റലിക്കൊന്നും കിട്ടിയില്ല. ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ഉണ്ടായിരുന്നിട്ട് പോലും ഇറ്റലിക്കൊന്നും കിട്ടിയില്ല. പോസ്റ്റ് വാർ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഡസ്ട്രീസ്, അൺഎംപ്ലോയ്മെന്റ്, ഇൻക്രീസ് ഇൻ ടാക്സ്, ഇൻഫ്ലേഷൻ എക്സെട്ര കെപ്റ്റ് പീപ്പിൾ അവേ ഫ്രം ദി ഗവൺമെന്റ്, അല്ലെ? ഫസ്റ്റ് വേൾഡ് വാറിൽ ഞാൻ പറഞ്ഞു വിക്ടോറിയസ് പവേഴ്സിനായാലും ഫെയിലർ ആയ ടീമിനായാലും എന്ത് ചെയ്യുന്നു? ഈക്വൽ ആയിട്ടാണ് ഡിസ്ട്രക്ഷൻ, നാശം ഉണ്ടായത്. ഇവിടെ അതുപോലെയാ, അല്ലെ? ഇവിടെ ഇൻഡസ്ട്രീസ് കംപ്ലീറ്റ് ഡിക്ലൈൻ ചെയ്തു, അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായി, പോവർട്ടി ഉണ്ടായി. പിന്നെന്താ? ടാക്സ് ഇൻക്രീസ് ചെയ്തു. ഗവൺമെന്റിന്റെ ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? ടാക്സ്, പീപ്പിൾസ് നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി വർദ്ധിപ്പിച്ചു. അപ്പൊ ഇങ്ങനെ സംഭവിച്ചു. എന്ത് സംഭവിച്ചു? പീപ്പിൾ കെപ്റ്റ് അവേ ഫ്രം ദി ഗവൺമെന്റ്. ജനങ്ങൾ ഗവൺമെന്റിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങി. ജീവിക്കാൻ നിവൃത്തിയില്ല. തൊഴിലായ്മയും ദാരിദ്ര്യവും അതിനോടൊപ്പം തന്നെ എന്തുകൂടെ വർദ്ധിച്ചു? പണപ്പെരുപ്പം ഉണ്ടായി. അതോടൊപ്പം തന്നെ എന്ത് ചെയ്തു? ടാക്സും കൂടി വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ചു. ഇങ്ങനെ ആയപ്പോൾ ജനങ്ങൾക്ക് ഗവൺമെന്റിനോട് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഇല്ലാതായി. പിന്നെന്ത് ചെയ്തു? ഇൻഡസ്ട്രിയലിസ്റ്റ് ഇൻ ഫിയർ ഓഫ് ഇറ്റലി മൂവിംഗ് ടു സോഷ്യലിസം വേർ prompted to support ഫാസിസം. ഇൻഡസ്ട്രിയലിസ്റ്റുകൾ ഭയപ്പെട്ടു. കാരണം എന്താ? ഫസ്റ്റ് വേൾഡ് വാറിൽ പല നേഷനിലും എന്ത് ചെയ്യുന്നു? സോഷ്യലിസം എമർജ് ചെയ്യാൻ തുടങ്ങി, അല്ലെ? സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന നേഷൻ എമർജ് ചെയ്തു. അപ്പോൾ ഈ യൂറോപ്യൻ കോണ്ടിനെന്റിലേക്ക് ഈ സോഷ്യലിസം ഫ്ലോറിഷ് ചെയ്യുമോ എന്നുള്ളൊരു ഭയം, ഭയം ആർക്കുണ്ടായി? ഇറ്റലിക്കുണ്ടായി. അതുകൊണ്ട് ഇറ്റലി ഏതിനെ പ്രൊട്ടക്ട് ചെയ്തു? ഏതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തു? ഫാസിസത്തെ പ്രൊപ്പഗേറ്റ് ചെയ്തു. മുസോളിനി റിസോർട്ടഡ് ദി ഡെസ്പോട്ടിക് മെഷേഴ്സ് ഇൻ ദ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഫീൽഡ്സ് ഓഫ് ഇറ്റലി, അല്ലെ? ഇറ്റലിയുടെ രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിലെല്ലാം ബെനിറ്റോ മുസോളിനി എന്ത് ചെയ്തു? ഏകാധിപത്യപരമായ, സ്വേച്ഛാധിപത്യപരമായ നിലപാടുകൾ കൊണ്ടുവന്നു. വയലൻസ് ആൻഡ് ഫെറോസിറ്റി വെയർ ദി സ്ട്രാറ്റജീസ് ഓഫ് ഫാസിസ്റ്റ്, അല്ലെ? ആക്രമണപരമായ മാർഗങ്ങൾ, അല്ലെ? ആക്രമണപരമായ മാർഗങ്ങൾ, ഹിംസയുടെ മാർഗം, അല്ലെ? വയലൻസും അതുപോലെ തന്നെ എന്താ? ഫെറോസിറ്റിയും, ഹിംസയുടെയും ആക്രമണത്തിന്റെയും മാർഗമാണ് ആര് സ്വീകരിച്ചത്? മുസോളിനി സ്വീകരിച്ചു. എന്ത് ചെയ്തു? സോഷ്യലിസ്റ്റ് ലീഡേഴ്സ് ആൻഡ് ലീഡേഴ്സ് ഓഫ് പെസൻസ് ആൻഡ് വർക്കേഴ്സ് വയർ പ്രൊക്ലൈം ദ എനിമീസ് ഓഫ് ദി നേഷൻ. നമ്മളിവിടെ പറഞ്ഞു, അല്ലെ? സോഷ്യലിസ്റ്റുകളെ, വർക്കേഴ്സിനെ, ലേബേഴ്സ്, ലീഡേഴ്സ് ഓഫ് ലേബേഴ്സ്, പെസൻസ്, ഇവരെയൊക്കെ എന്താക്കി? രാജ്യത്തിന്റെ ശത്രുക്കളായി മുദ്രകുത്തി. എനിമീസ് ഓഫ് ദി നേഷൻ. Those who opposed the fascist party were executed. Those who opposed the fascist party were executed.
ഫാസിസ്റ്റ് പാർട്ടി ഒഴിഞ്ഞുള്ള മുഴുവൻ പാർട്ടികളെയും വകവരുത്തി. ഫാസിസ്റ്റുകൾ ഫാസിസ്റ്റ് പാർട്ടി എതിർത്തവരെയൊക്കെ എക്സിക്യൂട്ട് ചെയ്തു, വധശിക്ഷയ്ക്ക് വിധേയനാക്കി. ആര്? ബെനിറ്റോ മുസോളിനി. മാത്രമല്ല, ദ എയിം ഓഫ് മുസോളിനി വാസ് ദ റീസ്റ്റോർ ഏൻഷ്യന്റ് റോമൻ എംപയർ. നമ്മൾ പറഞ്ഞു ഭൂതകാല മഹിമയെ പ്രകീർത്തിക്കൽ. കാരണം എന്താ? ഇറ്റലിക്കാർ പഴയ റോമൻ സാമ്രാജ്യത്തിന്റെ വക്താക്കളാണ്. ഇറ്റലി എന്ന് പറയുന്നത് പഴയ റോമൻ സാമ്രാജ്യമാണ്. അപ്പൊ ആ വംശമഹിമയെ ആര് ഉയർത്തിപ്പിടിച്ചു? ഇറ്റലിക്കാർ, അല്ലെങ്കിൽ മുസോളിനി, അല്ലെ? The aim of Mussolini was to restore ancient Roman Empire. എന്ത് ചെയ്തു? പ്രാചീന റോമ സാമ്രാജ്യത്തിന്റെ പുനഃസ്ഥാപനമായിരുന്നു ആരുടെ ലക്ഷ്യം? മുസോളിനിയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? As part of this, he adopted several symbols of ancient Roman administration. പഴയ റോമാ സാമ്രാജ്യത്തിന്റെ പല മുദ്രകളും അടയാളങ്ങളും അദ്ദേഹം എന്ത് ചെയ്തു? തന്റെ ഭരണത്തിൽ സ്വീകരിക്കാൻ തുടങ്ങി. എവിടെ? ഇറ്റലിയിൽ മുസോളിനി സ്വീകരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചു മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് ആണെന്ന് പഠിച്ചു. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഷർട്ട്സ് എന്ന് പറയുന്ന ഒരു മിലിറ്ററി ഫോഴ്സിനെ മുസോളിനി അപ്പോയിന്റ് ചെയ്ത മിലിറ്ററി ഫോഴ്സ് ആണ്. ഏതാണ്? ബ്ലാക്ക് ഷർട്ട്സ്. അതുപോലെ അദ്ദേഹം എന്ത് ചെയ്തു? മുസോളിനി സപ്രസ് ദ ഓപ്പണൻസ് ത്രൂ ഫാസിസ്റ്റ് പോളിസീസ്. എന്ത് ചെയ്തു? ഈ അദ്ദേഹം തന്റെ സൈനിക വിഭാഗത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ഫാസിസത്തെ എതിർക്കുന്നവരെ എല്ലാം വകവരുത്തിക്കളഞ്ഞു. അതാ അദ്ദേഹം ചെയ്തത്. ഹി ഫോളോഡ് ആൻ അഗ്രസീവ് നാഷണൽ പോളിസി. അദ്ദേഹം ഫോളോ ചെയ്ത ഏതാ? അഗ്രസീവ് നാഷണൽ പോളിസിയാണ്. നമ്മളെ പഠിച്ചു അഗ്രസീവ് നാഷണലിസം. മറക്കണ്ട, ഇതാണ് ഈ രണ്ട് ഫാസിസവും നാസിസവും ഫോളോ ചെയ്ത നാഷണലിസം എന്ന് പറയുന്നത് അഗ്രസീവ് നാഷണലിസമാണ്. അപ്പൊ മുസോളിനിയും ഫോളോ ചെയ്ത അഗ്രസീവ് ഫോറിൻ പോളിസിയാണ് മുസോളിനി ഫോളോ ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ആ അഗ്രസീവ് നാഷണൽ പോളിസിയെ ബേസ് ചെയ്തുകൊണ്ട് ഡിഫറന്റ് ആയിട്ടുള്ള ഫോറിൻ കൺട്രീസിനെ അദ്ദേഹം അറ്റാക്ക് ചെയ്തു. മെയിൻ ആയിട്ട് എന്താ? എത്യോപ്യ ആൻഡ് അൽബേനിയ തുടങ്ങിയ നേഷൻസിനെ ആര് അറ്റാക്ക് ചെയ്തു? ഈ മുസോളിനി അല്ലെങ്കിൽ ഇറ്റലി അറ്റാക്ക് ചെയ്തു. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ഇറ്റലി റൺ ദ ഫാക്ടറി ഒരു ഡിക്റ്റേറ്റർഷിപ്പിലൂടെ എന്ത് ചെയ്തു? പേവ്ഡ് ദ വേ ഫോർ ദി ഔട്ട്ബ്രേക്ക് ഓഫ് അനദർ വേൾഡ് വാർ. ഒരു അനദർ വേൾഡ് വാറിനുള്ള ഒരു സിറ്റുവേഷൻ ഈ ഇറ്റലിയിൽ ബെനിറ്റോ മുസോളിനി ഫോളോ ചെയ്ത അഗ്രസീവ് നാഷണൽ പോളിസിയിലൂടെ ഉണ്ടായി. അപ്പൊ ആലോചിക്കുക, ഒരു വേൾഡ് വാർ കഴിഞ്ഞേ ഉള്ളൂ. വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ ഇറ്റലിയിൽ അഡോപ്റ്റ് ചെയ്ത ഡിക്റ്റേറ്റർഷിപ്പിലൂടെ ബെനിറ്റോ മുസോളിനി പ്രൊപ്പഗേറ്റ് ചെയ്ത ഫാസിസ്റ്റ് ഫിലോസഫിയിലൂടെ അല്ലെ ഫാസിസ്റ്റ് ഗവൺമെന്റിലൂടെ വീണ്ടും എന്ത് ചെയ്തു? ഒരു ഡിക്റ്റേറ്റർഷിപ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓട്ടോക്രാറ്റിക് ഗവൺമെന്റ് ഉണ്ടായി. അപ്പൊ ആ ഓട്ടോക്രാറ്റിക് ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത സമയത്ത് അവർ ഫോളോ ചെയ്ത ആ പ്രിൻസിപ്പിൾസിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്, അല്ലെ? എന്താ? ഡെമോക്രസി ഒപ്പോസ് ചെയ്യുന്നു, സോഷ്യലിസ്റ്റ് ലീഡേഴ്സിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, ലീഡേഴ്സ് ഓഫ് പെസൻസിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, ഫാസിസ്റ്റ് ഫിലോസഫി ഒപ്പോസ് ചെയ്യുന്നവരെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതുപോലെ മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് ഫോളോ ചെയ്യുന്നു. ബ്ലാക്ക് ഷർട്ട്സ് എന്ന് പറയുന്ന ഒരു മിലിറ്ററി ഫോഴ്സിനെ എന്ത് ചെയ്യുന്നു? മിലിറ്ററി ഫോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് എന്ത് ചെയ്തു? അത് മാത്രമല്ല എന്ത് ചെയ്യുന്നു? അഗ്രസീവ് പോളിസിയിലൂടെ എത്യോപ്യ, അൽബേനിയ തുടങ്ങിയ നേഷൻസിനെ ആര് അറ്റാക്ക് ചെയ്തു? മുസോളിനി അറ്റാക്ക് ചെയ്തു. അപ്പൊ ഇങ്ങനെ ഒരു അഗ്രസീവ് നാഷണൽ പോളിസി ഫോളോ ചെയ്ത സമയത്ത് വേൾഡിൽ എന്ത് ചെയ്തു? ഒരു ന്യൂ വാറിന്റെ ഒരു സിറ്റുവേഷൻ അവിടെ എന്ത് ചെയ്തു? എമർജ് ചെയ്തു. ഇത് ഇറ്റലിയുടെ കാര്യം. മനസ്സിലായില്ലേ? ഇറ്റലിയിൽ ഫോളോ ചെയ്ത തിയറിയാണിത്. ഫാസിസം എന്ന് പറയുന്ന തിയറിയുടെ ഒരു നേച്ചറാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ നേച്ചർ പഠിക്കുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം? അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആദ്യം പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ ഇതിലേക്ക് പോകൂ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ വരും. എന്താ? അന്റോഗണിസം, ഡെമോക്രസി, ജനാധിപത്യത്തെ അദ്ദേഹം എതിർത്തു. ഗ്ലോറിഫൈങ് ദ നേഷൻ, രാഷ്ട്രത്തെ പ്രകീർത്തിച്ചു. രാഷ്ട്രമാണ് വലുത്, അല്ലെ? ജസ്റ്റിഫൈങ് ദി വാർ, യുദ്ധത്തെ മഹത്വവൽക്കരിച്ചു അദ്ദേഹം. ആര്? മുസോളിനി. ഹിറ്റ്ലറും സെയിം ചെയ്തു അത്. ഡിഫൈങ് ദി പാസ്റ്റ്,
ഭൂതകാല മഹിമയെ വാഴ്ത്തി. എന്താ ഇവിടെ എന്താ ഇറ്റലി റോമൻ എംപയർ. ഇറ്റലി എന്ന് പറയുന്നത് എന്താ ഏൻഷ്യൻ റോമൻ എംപയർ ആണ്. ആ റോമൻ എംപയറിന്റെ സിമ്പിൾസ് ഒക്കെയാണ് അദ്ദേഹം തന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പോളിസിയിൽ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. പിന്നെ മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് എന്ത് ചെയ്തു, സൈനിക സ്വേച്ഛാധിപത്യം അല്ലെ, ഓപ്പോസിഷൻ ടു സോഷ്യലിസം നമ്മൾ പഠിച്ചു. സോഷ്യലിസ്റ്റ് ലീഡേഴ്സിനെയൊക്കെ എക്സിക്യൂട്ട് ചെയ്തു. അതുപോലെ അഡോറിംഗ് ദി പീരിറ്റി ഓഫ് റൈസ്, വംശമഹിമയെ അല്ലെ, റോമൻ എംപയർ എന്ന് പറയുന്ന വംശത്തെ അദ്ദേഹം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഡിഫ്യൂഷൻ ഓഫ് അഗ്രസീവ് നാഷണലിസത്തെയാണ് പ്രചരിപ്പിച്ചത്. അതിന്റെ ഫോളോ ചെയ്താണ് എത്യോപ്യയും അൽബേനിയൊക്കെ അറ്റാക്ക് ചെയ്ത് അവിടെയൊക്കെ ഏത് ഗവൺമെന്റ് ഫാസിസ്റ്റ് ഫിലോസഫി അവിടെയൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്തു, ആർട്സിലൂടെയും ലിറ്ററേച്ചറിലൂടെയും എഡ്യൂക്കേഷനിലൂടെയൊക്കെ ഈ ആർട്ടും ലിറ്ററേച്ചറും എഡ്യൂക്കേഷനും എല്ലാം ഏത് തിയറി ആയിരുന്നു, ഫാസിസ്റ്റ് തിയറി പ്രൊപ്പഗേറ്റ് ചെയ്യുക, ഡിഫ്യൂസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ് മുസോളിനി ഇംപ്ലിമെന്റ് ചെയ്തത്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ റൈവൽസിനെ എല്ലാം അദ്ദേഹം ചെയ്തു, ഡിസ്ട്രക്ട് ചെയ്തു, നശിപ്പിച്ചു കളഞ്ഞു. രാഷ്ട്രീയ എതിരാളികളെല്ലാം വകവരുത്തി കളഞ്ഞു. അങ്ങനെയാണ് ഫാസിസം വേൾഡിൽ ഒരു ന്യൂ ഈറ അവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം വേൾഡിൽ ഒരു ന്യൂ ഈറയാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പുതിയൊരു കാലഘട്ടം വരികയാണ്. ഏത് കാലഘട്ടം? ഒരു ഡിക്റ്റേറ്റർഷിപ്പിന്റെ ഒരു പീരീഡാണ് അവിടെ സ്റ്റാർട്ട് ചെയ്തത് അല്ലെ, ഒരു സ്വേച്ഛാധിപത്യത്തിന്റെ ഒരു പീരീഡാണ് അവിടെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു സ്വേച്ഛാധിപത്യ രീതി അവിടെ വന്നു. അതാണ് ചെയ്യുന്നത് ഇറ്റലിയിൽ ഫാസിസ്റ്റ് ഗവൺമെന്റ് എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത് നമ്മൾ പറഞ്ഞു അല്ലെ. എന്തുകൊണ്ട് ഫാസിസ്റ്റ് ഗവൺമെന്റ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചു. ഇറ്റലി ഗോട്ട് നത്തിങ്. ഇറ്റലിക്ക് ഒന്നും കിട്ടിയില്ല. എങ്ങനെ കിട്ടിയില്ല? ത്രൂ ഷിവാസിന്റെ വിക്ടേഴ്സ് ഇൻ ദി ഫസ്റ്റ് വേൾഡ് വാർ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നിട്ട് ഒന്നും കിട്ടിയില്ല. പിന്നെ എന്ത് ചെയ്തു, ഈ പോസ്റ്റ് വാർ ടൈമിൽ എന്ത് ചെയ്തു, അവരുടെ ഇൻഡസ്ട്രീസ് കംപ്ലീറ്റ് എന്ത് ചെയ്തു, നശിച്ചുപോയി. ഡിക്ലൈൻ ഓഫ് ഇൻഡസ്ട്രീസ്. പിന്നെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായി. ടാക്സ് ഇൻക്രീസ് ചെയ്ത സമയത്ത് എന്ത് ചെയ്തു, പീപ്പിൾ എല്ലാം ഗവൺമെന്റ് കെപ്റ്റ് അവേ ഫ്രം ദി ഗവൺമെന്റ്. ജനങ്ങളെല്ലാം ഗവൺമെന്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അകന്നു പോകാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലിസ്റ്റുകൾ കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്ത ഏതിനെയാണ്? ഫാസിസത്തിനെയാണ്. കാരണം എന്താ, അവർ ഏതിനെ ഓപ്പോസ് ചെയ്തു? സോഷ്യലിസത്തെ ഓപ്പോസ് ചെയ്തു. സോഷ്യലിസ്റ്റ് ഗവൺമെന്റുകൾ അല്ലെങ്കിൽ സോഷ്യലിസം ഫ്ലറിഷ് ചെയ്യാതിരിക്കാൻ വേണ്ടി ആ സോഷ്യലിസത്തെ ഓപ്പോസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു, ഇൻഡസ്ട്രിയലിസ്റ്റുകൾ കംപ്ലീറ്റ് എന്താ, ഫാസിസത്തെ പ്രൊപ്പഗേറ്റ് ചെയ്തു. കാരണം ഒരു ക്യാപിറ്റലിസ്റ്റ് തിയറി തന്നെയാണ് ഈ ഫാസിസ്റ്റ് ഗവൺമെന്റുകളും അഡോപ്റ്റ് ചെയ്തത്. അപ്പൊ ഇത്രയാണ് ഫാസിസത്തെ കുറിച്ച്. നെക്സ്റ്റ് നമുക്ക് നാസിസം, അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.